ഏറ്റവും പുതിയ സൂപ്പർമാൻ്റെ ട്രെയിലർ എനിക്കിഷ്ടമായി. ഇതിന് മുമ്പ് ഇറങ്ങിയ ട്രെയിലറും നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു പടത്തിലാണോ അല്ലെങ്കിൽ ഒരു 2 പടത്തിലാണോ 3 പടത്തിലാണോ നമ്മൾ കാണാൻ പോകുന്ന സീക്വൻസ് എന്നുള്ളതുണ്ടല്ലോ, അത് കുറേ ക്യാമിയോസും കുറേ കാര്യങ്ങളൊക്കെ വെച്ച് ഒരു കംപ്ലീറ്റ്ലി ഒരു പുതിയ ഫ്രഷ് ടേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് നമ്മളിപ്പോൾ മറ്റ് കോമിക്കിലും അല്ലെങ്കിൽ മറ്റ് ആനിമേറ്റഡ് മൂവീസിലൊക്കെ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു പടം ഇതുവരെ അധികം സൂപ്പർമാൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. മിക്കതും ഒരു ബേസ് സാധനം തന്നെയായിരുന്നു, അല്ലെങ്കിൽ കാണിച്ച സാധനം തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഒറിജിൻ സ്റ്റോറി അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ഓർമ്മയിൽ പണ്ടത്തെ ആ ഒരു സൂപ്പർമാൻ ഇല്ല, ഒരു 4-5 പടങ്ങളുള്ള ഒരു പഴയ ഫ്രാഞ്ചൈസ്, മറ്റേ ഭൂമിയൊക്കെ പോയിട്ട് കറക്കി ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സെറ്റപ്പൊക്കെ, മറ്റേ ഡാമൊക്കെ പഴയതാക്കുന്ന അങ്ങനത്തേലൊക്കെയാണ് പിന്നെ വേറെ കുറേ ത്രെഡ്സ് വന്ന്. സോ ആ മോഡിലുള്ള കുറേ ക്യാരക്ടേഴ്സ് വന്ന് ഒരൊറ്റ പടത്തിൽ വരുന്നു എന്നുള്ള ആ ഒരു ഹൈപ്പാണ് എനിക്ക് ഈ സിനിമയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് തോന്നിയത്. കാരണം സ്ഥിരം കാണുന്ന ഒരു ഒറിജിൻ സ്റ്റോറി അല്ലാതെ എന്താണ് ജെയിംസ് ഗൺ ഈ ഒരു പടത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്, ആ ഒരു ഫ്രാഞ്ചൈസിന് തന്നെ ഫ്രഷ് ഓൺ ടേക്കാണ്, ഈ ഒരു പുതിയ യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യണം, ഓൾറെഡി ഉള്ളതൊക്കെ മച്ചളഞ്ഞ്. സോ അതൊക്കെ ഓക്കെ. സോ സ്നൈഡറുടെ യൂണിവേഴ്സ് കഴിഞ്ഞ് ജെയിംസ് ഗണ്ണിൻ്റെ യൂണിവേഴ്സ് തുടങ്ങുന്നതിനുള്ള ഒരു നല്ല സ്റ്റാർട്ടായിട്ട് തന്നെ തോന്നുന്നു ഈ ഒരു പടം. ആൻഡ് ഇതിൻ്റെ ട്രെയിലറിൽ ആ ഒരു കൺവെൻഷണൽ ടിപ്പിക്കൽ സൂപ്പർ ഹീറോ മൂവിയുടെ ഒരു ട്രെയിലർ കട്ട് ഉണ്ടല്ലോ, അതുപോലും അല്ല. സോ അതും ഒരു രസമുള്ള ഒരു ഐറ്റം എന്നായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേകതയുള്ള ഒരു ഐറ്റം ആയിരുന്നു പറയാം. മറ്റേതൊക്കെ തന്നെ ഇന്നതാണ് സ്റ്റോറി ലൈൻ, ഇങ്ങനെയാണ്, ഇതാണ് ഇതിൻ്റെ ആർക്ക്, ഒരു മുഴുവൻ പടം നമുക്കൊരു ട്രെയിലറിൽ നിന്ന് കിട്ടും. പക്ഷേ ഇതിലങ്ങനെയല്ല, ഗ്ലിംസ് സാധനങ്ങളൊക്കെ ഈക്വലി കട്ട് ചെയ്ത് വെച്ച് ഓക്കെ ഇതാണ് ഏകദേശം ഒരു ഐഡിയ, ഇതാണ് ഈ പടത്തിലുള്ളത്. ഇത് ആദ്യത്തെ ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്, അതിൽ കാണിക്കാത്ത ഒരുപാട് സീക്വൻസുകൾ ആഡ് ഓൺ ആയിട്ട് ഈ ഒരു ട്രെയിലർ കാണിക്കുന്നുണ്ട്. സോ കുറേ ഈസ്റ്റർ എഗ്സും കുറേ കിടിലും സാധനങ്ങൾ നമ്മൾ ഈ ഒരു പടത്തിൽ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്ത ഒരു ട്രെയിലർ നല്ല രസമുണ്ട്. ഐ തിങ്ക് ഒരു DC-യുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മറ്റു സിനിമകളിൽ വെച്ചാൽ ഏറ്റവും ഹൈപ്പുള്ളൊരു പടം എന്ന് പറയാം. സോ ഇതിലെല്ലാം തന്നെ റീസെറ്റ് ആക്കിയിട്ട് എല്ലാം പുതിയ കാസ്റ്റാണ് വരുന്നത്. നമ്മൾ ഇതുവരെ കണ്ട ഒന്നും ഉണ്ടാവില്ല, എല്ലാം വേറെ ആൾക്കാർ റീകാസ്റ്റ് ചെയ്ത്, ഈവൺ നമ്മുടെ ഹെൻറി കാലിനെ റീകാസ്റ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ റീസെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു ക്യാരക്ടർ വന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെ ബാറ്റ്മാൻ വരും, അടുത്ത എല്ലാ ക്യാരക്ടേഴ്സും പുതിയതായിട്ട് വരും. സോ അതിനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസ്മെൻ്റ് എന്ന് പറയാൻ പറ്റുന്നൊരു പടമാണിത്. ആൻഡ് അനൗൺസ് ചെയ്ത സമയത്ത് ഒരു നോർമൽ ഇതുവരെ കണ്ട അല്ലെങ്കിൽ സ്ഥിരം കാണുന്ന ഒരു ടിപ്പിക്കൽ ഒറിജിൻ സ്റ്റോറി ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ ഒരു ഫ്രഷ് ടേക്ക് ആ ഒരു ട്രെയിലർ നമുക്ക് പ്രോമിസ് ആവുന്നുണ്ട്. ആൻഡ് ജെയിംസ് ഗണ്ണിൻ്റെ തന്നെ നമ്മുടെ പീസ് മേക്കറിൻ്റെ സീസൺ 2 ട്രെയിലറും ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഉള്ള റൈറ്റ് ആയിരുന്നു. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കണക്ട് ആവുന്നതിൻ്റെ ഇപ്പോൾ എടുത്തില്ല. ഇപ്പോൾ സീരീസും ഈ ഒരു സിനിമകളും തമ്മിലുള്ള കണക്ഷൻ വരും, അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം ഭാവിയിൽ. പക്ഷേ ഈ ഒരു സൂപ്പർമാൻ്റെ ട്രെയിലർ ഇറ്റ് വാസ് ഗ്രേറ്റ്. ഓൾറെഡി ഈ ഒരു ട്രെയിലർ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ ഒരു ട്രെയിലറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.